ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരുപാട് ആക്റ്റീവ് അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അല്ല ഇപ്പൊ ഷോർട്ട് ഫിലിമും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വെബ് സീരീസും കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉദ്ദേശിച്ചത്, അല്ലാതെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ല. അപ്പൊ ഇതിൽ ഉള്ളൊരു നെഗറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ്? കമന്റ്സ് ഒക്കെ വരില്ലേ? ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലൊരു ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഇത് വരുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, അവർക്കൊക്കെ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാറുണ്ടോ? അതോ എൻ്റെ യൂട്യൂബിലാണ്? ഇല്ല, ഞാൻ അങ്ങനെ അല്ല, അതൊക്കെ ആ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നാറ്? അങ്ങനെ നോക്കാറില്ല. ഇല്ല, അഭിനയിക്കുക ആ ഒരു ആക്ട് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുക്കും, റിപ്ലൈ ഒക്കെ കൊടുക്കും. പിന്നെ അത് അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്യുമ്പോൾ ആക്ടിങ് കണ്ട ഒരാൾക്ക് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം അവരല്ലേ. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും നല്ലതല്ല. ചിലർക്ക് നല്ല ഇഷ്ടമാവണമെന്നില്ല അല്ലേ, നമ്മുടെ ഫേസ് ഇഷ്ടമാവണമെന്നില്ല, ആക്ടിങ് ഇഷ്ടമാവണമെന്നില്ല, ഡയലോഗ് പ്രസൻറ്റേഷൻ രീതി ഇഷ്ടമാവണമെന്നില്ല. അതൊക്കെ അവരുടെ ചോയ്സാണ്. നമ്മ അതിൽ വിഷമിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. ചിലർക്ക് അമിതമായിട്ട് കളിയാക്കിയാൽ പോലും അത് സ്വീകരിക്കുന്ന എന്തിനാ? അത് ശരിയില്ലേ, അത് അവർക്ക് അവകാശമില്ലേ. നമ്മളെപ്പോഴും എല്ലാവരും അടിപൊളിയായിരുന്നു പറയണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് എന്താ കാര്യം? അത് അവരുടെ ചോയ്സാണ്, അവർ പറയട്ടെ. അതിൽ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കും, പരിഹരിക്കും. കാരണം ഓഡിയൻസ് വേണ്ടേ കാണാൻ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം കാണാൻ ഒരുപാട് പേര് വേണം. അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലും ഏതോ ഞാൻ അറിയാത്ത ആരൊക്കെയോ ഷെയർ ചെയ്തത് എന്നോട് നേരത്തെ ചോദിച്ചില്ല, ഓഡീഷൻ ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഫൈസൽ സാറിന് എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ അല്ല, എൻ്റെ വീഡിയോ കണ്ട ഇതുപോലെ ആദ്യത്തെ ഒരു വ്യക്തി താങ്കൾ തന്നെയാണോ? ആള് കഥ പറയുന്ന ആള് താങ്കൾ തന്നെയാണ്? അതെനിക്കറിയില്ല, എന്നോട് പറഞ്ഞിരുന്നു, ഞാനത് ചെയ്തു മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞത് ആരൊക്കെയോ ആളുടെ മനസ്സിൽ താങ്കൾ തന്നെ ആയിരുന്നു. അത് ഞാൻ എന്നോട് ചോദിച്ചില്ല? ഇല്ല, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യാൻ കാരണം? എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാനങ്ങനെ ഇല്ല, ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു ചോദിച്ചിട്ട് ഇത് പോകണ്ട, നിങ്ങൾ ഉറപ്പില്ലേ, എങ്ങനെ കോൺഫിഡൻസ് ഇല്ലേ, ഞാൻ അങ്ങനെ ചോദിച്ചില്ല. ഇപ്പൊ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരു ഡിഫറെന്റ് നെയിമാണ്. ഇതിൽ ഈ മാന്ത്രികൻ ആരാണ്? കട്ടപ്പാടത്തെ മാന്ത്രികൻ ഇതിലെ എന്തൊക്കെ പറയാൻ പറ്റില്ല അറിഞ്ഞൂടാ. അപ്പൊ ഈ കട്ടപ്പാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, കട്ടപ്പാടം ഒരു സ്ഥലമാണ്, ഒരു എന്താ പറയാ, ഒരു വില്ലേജ് ഒക്കെ പോലെ സ്ഥലമാണ്. അവിടുത്തെ ഒരു മാന്ത്രികന്റെ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ താങ്കളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ, സീരിയസ് ആണോ? എല്ലാം ഉണ്ട്. എങ്കിലും കിച്ചു എന്ന് പറഞ്ഞ കഥാപാത്രം, കിച്ചു എന്നാണ് പേര്. എല്ലാം ഉണ്ട്, തമാശയുണ്ട്. ഏതായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ചെയ്യാൻ? നമുക്കെല്ലാം ഡിഫിക്കൽട്ട് ഈസി ഏതായിരുന്നു? ഏതാ ഈസി ഏതായിരുന്നു? ഈസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടില്ലാണ്ട് മറ്റുള്ളവർ ഷൂട്ടിങ് ഇങ്ങനെ കണ്ടിരിക്കുക, ഒരു ടെൻഷൻ ഇല്ല. അത് ഭയങ്കര ഈസിയാണ്. അത് ഭയങ്കര എളുപ്പമല്ലേ, അത് ഭയങ്കര എളുപ്പമാണ്. അല്ലാതെ എല്ലാം ടഫ് തന്നെ, കാരണം വരുന്നില്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഒരു സീൻ ഏതായിരുന്നു? ടേക്ക് ഇല്ല, ടേക്ക് അങ്ങനെ അധികം പോയിട്ടില്ല. എന്തോ ദൈവം അതിനുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. ഞാൻ അതിനെ പറ്റി കൺസേൺ ആയിരുന്നു, പക്ഷെ പോയിട്ടില്ല. നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ടേക്ക് അധികം പോയിട്ടില്ലല്ലേ? നമ്മുടെ നല്ല മൊത്തത്തിൽ അങ്ങനെ പോയിട്ടില്ല കേട്ടോ, സീരീസിൽ അങ്ങനെ പോയിട്ടില്ല. അതൊരു ഗംഭീര ഒരു സംഭവമുള്ളൂ. അതെ, ടേക്ക് ഇപ്പൊ സാധാരണ പോകുന്ന ഒരു 2-3 ടേക്ക് അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് 30 ടേക്ക് പോയി, 20 ടേക്ക് പോയി ഒരു സീൻ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞാനും ഇതൊക്കെ പ്രതീക്ഷിച്ചു. നമ്മളിപ്പോ വെബ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ പോയിട്ട് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ലൈറ്റിന്റെ പ്രോബ്ലം, ടെക്നീഷ്യൻ, സ്ക്രിപ്റ്റ് നമുക്ക് തെറ്റിച്ചിട്ട് കടിക്കും, ഡയലോഗ് കടിച്ചിട്ട് അതൊക്കെ പോകും, ലുക്ക് മാറിയിട്ട്. പക്ഷെ ഇതങ്ങനെ പോയിട്ടില്ല. സിനിമ ഡബ് ചെയ്തത് താങ്കൾ തന്നെയാണ്? അതെ, ഞാൻ തന്നെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡബ് ചെയ്തപ്പോൾ? സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അവിടുത്തെ ഒരു ഇമോഷൻ തന്നെ ഡബിങ്ങിനും കൊടുക്കണ്ടേ? ശരിക്കും എന്നിപ്പോൾ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഡബിങ് ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഞാൻ വെബ് സീരീസുകൾക്കും സിനിമയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുള്ള, ഞാൻ ചെയ്ത പടത്തിനൊക്കെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്.